താഴ്വര ഭാഗം 32. താരിൻ കൊമാരുവിന്റെ ചെരുവിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. തണുത്ത കാറ്റ് മലഞ്ചെരുവിലൂടെ വീശി. താരിൻ അന്തരീക്ഷത്തിന്റെ മാറ്റം അനുഭവപ്പെട്ടു. അവനിവിടെ അവസാനമായി കാൽ വെച്ചിട്ട് മാസങ്ങളായി. കേതിരി അവന് പുതിയ ശക്തി നൽകിയെങ്കിലും ഇവിടെ തിരിച്ചെത്തിയപ്പോൾ അവൻ വീണ്ടും കൊമാരുവിന്റെ മകനായി മാറി. താഴ്വരയിലെ പൊടി നിറഞ്ഞ മണ്ണിൽ അവന്റെ കാലുകൾ ആഴത്തിലമർന്നു. മുന്നോട്ട് നടക്കുമ്പോൾ കുട്ടികളുടെ ചിരിയുടെ അകന്ന ശബ്ദം അവന്റെ കാതുകളിലെത്തി. വീട്ടിലേക്കെത്താനുള്ള ആഗ്രഹവും ആശ്വാസവും കൊണ്ട് അവന്റെ ഹൃദയം മുറുകി. മറ്റാരേക്കാളും മുമ്പ് മേഖല അവനെ കണ്ടു. അവൾ വീടിന്റെ മുന്നിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ തരംതിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ഉയർന്നപ്പോൾ വയലിനരികിലൂടെ നടന്നുവരുന്ന താരിനെ അവൾ കണ്ടു. അവളുടെ കൈകൾ വായുവിൽ നിശ്ചലമായി. ഇലകളുടെ കെട്ട് ശ്രദ്ധിക്കാതെ നിലത്തേക്ക് വഴുതി. താരിൻ, അവൾ നിലവിളിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ അവളുടെ ശബ്ദം സന്തോഷത്താൽ ഇടറി. അവൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചു. താരിൻ അമ്മയുടെ സ്നേഹവും ഊഷ്മളതയും ആവോളം അനുഭവിച്ചു. അവൾ പിടുത്തം വിട്ടുകൊണ്ട് അല്പം പിന്നോട്ട് മാറി അവനെ അടിമുടി നോക്കി. ആത്മവിശ്വാസം തുളുമ്പുന്ന ശരീരഭാഷയും നേടിയെടുത്ത അറിവ് വഹിക്കുന്ന അവന്റെ മുഖഭാവവും അവളിൽ അഭിമാനമുയർത്തി. നീ കൂടുതൽ ശക്തനായിരിക്കുന്നു താരിൻ, അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളക്കമുള്ളതും ഈർപ്പമുള്ളതുമായിരുന്നു. താരിൻ തലകുനിച്ചു. ഞാൻ ഒരുപാട് പഠിച്ചു അമ്മേ. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കേതിരി എനിക്ക് നൽകി. എന്നാൽ ഇനിയും മുന്നോട്ടു പോകാൻ പർവ്വതങ്ങളിൽ നിന്നുള്ള മരുന്നുകൾ ഞാൻ കേതിരിയിലെത്തിക്കണം. ഞാൻ അതിനായി വന്നതാണ്. താരിന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം മേഖലയ്ക്ക് സന്തോഷം നൽകി. അവൾ അവനെ വീടിനുള്ളിലേക്ക് നയിച്ചു. അപ്പോഴേക്കും അവന്റെ വരവിന്റെ വാർത്ത പരന്നിരുന്നു. ഗ്രാമവാസികൾ മേഖലയുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. ചിലർ കുട്ടികളെ കയ്യിൽ പിടിച്ചു. കേതിരിയിലെ താരിന്റെ വളർച്ച അവർ ഇതിനോടകം തന്നെ അറിഞ്ഞിരുന്നു. പലപ്പോഴായി കുമാരുവിൽ നിന്നും കേതിരിയിൽ പോയി വരുന്ന ആളുകൾ അവനെക്കുറിച്ച് കേട്ട കഥകൾ താഴ്വരയിൽ പരത്തി. മാറാരോഗങ്ങൾ ഭേദമാക്കിയതും പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചതുമെല്ലാം അവർ ആഘോഷിച്ചു. ഇപ്പോൾ അവൻ തിരിച്ചെത്തിയതറിഞ്ഞപ്പോൾ അവർ അവനെ കാണാനായി തടിച്ചുകൂടി. താഴ്വരയ്ക്ക് പുറത്ത് ഇത്രയധികം പ്രശസ്തി നേടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു താരിൻ. അവൻ നിമിഷങ്ങൾക്കുള്ളിൽ ചുറ്റപ്പെട്ടു. വൃദ്ധരായ സ്ത്രീകൾ അവന്റെ കൈകളിൽ അമർത്തി. ആൺകുട്ടികൾ അവന്റെ കൈകളിൽ പിടിച്ചു വലിച്ചു. പുരുഷന്മാർ അഭിമാനത്തോടെ അവന്റെ തോളിൽ തട്ടി. അവൻ ഓരോ അഭിവാദ്യത്തിനും വിനയത്തോടെ മറുപടി പറഞ്ഞു. കുമ്പിട്ടു, പുഞ്ചിരിച്ചു. അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. അവർ താരിനിൽ നിന്നും ഇല്ലാത്ത ചുമയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും മുട്ടുവേദനയ്ക്കും കുട്ടികളുടെ തൊലിപ്പുറത്തുള്ള പാടുകൾക്കും ചികിത്സ തേടി. എല്ലാവരുടെയും ആവശ്യം താരിൻ തയ്യാറാക്കിയ അത്ഭുത മരുന്നുകൾ സേവിക്കുക എന്നതായിരുന്നു. താരിൻ ക്ഷമയോടെ അവരെയെല്ലാം പരിശോധിച്ചു. അവരുടെ രോഗവിവരണങ്ങൾ കേട്ട് അവർക്ക് തൃപ്തികരമായ പരിഹാരങ്ങൾ നൽകി. മൂപ്പന്മാർ താമസിയാതെ ഒത്തുകൂടി. തനാവിർ, ക്രവിന്ദൻ, വേലാതർ, വിയോരൻ എന്നിവർ ഒരുമിച്ചാണ് വന്നത്. ഗ്രാമവാസികളുടെ മർമ്മരങ്ങൾ നിശബ്ദതയിലേക്ക് മാറിയപ്പോൾ അവർ അവന് മുന്നിൽ നിന്നു. വിയോരൻ കയ്യിൽ പൂക്കളുമായി മുന്നോട്ട് വന്നു. അവൻ അവ താരിന്റെ തലയിൽ പതിയെ വർഷിച്ചു. അവയുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞു. ഗൗരവമായ ശ്രദ്ധയോടെ അവൻ ചാരത്തിൽ വിരലുകൾ മുക്കി താരിന്റെ നെറ്റിയിൽ ഒരടയാളം വരച്ചു. ഈ താഴ്വര നിന്നെ അനുഗ്രഹിക്കുന്നു, വിയോരൻ കണ്ണുകളടച്ചുറക്കി പറഞ്ഞു. പർവ്വതങ്ങൾ നിന്റെ അറിവിനെ കാത്തു സൂക്ഷിക്കുന്നു. വായുവും ഭൂമിയും ആകാശവും നിന്റെ പാത കാത്തു സൂക്ഷിക്കുന്നു. കാറ്റും മഴയും മരങ്ങളും നിന്റെ കൈകൾ തളരാതെ സുഖപ്പെടുത്തുന്നു. തനാവിർ മുന്നോട്ട് വന്നു. അവൻ താരിന്റെ തോളിൽ കൈ ഉറപ്പിച്ചു വെച്ചു. നിന്റെ കേതിരിയിലെ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. മരുന്നുകൾ തയ്യാറാക്കി, ജീവിതങ്ങൾ സുഖപ്പെടുത്തി, പുരോഗതിയിൽ മുഴങ്ങുന്ന ഒരു ചികിത്സാ കേന്ദ്രം. പുറം നാടുകളിൽ കുമാരുവിന്റെ പേര് ബഹുമാനത്തോടെ മുഴങ്ങുന്നു. ക്രവിന്ദൻ മുന്നോട്ടു ചാഞ്ഞു. അവന്റെ കണ്ണുകൾ പതിവ് പോലെ മൂർച്ചയുള്ളതായിരുന്നു. അറിവൊരു നദിയാണ് താരിൻ. അത് നിന്നിൽ നിറഞ്ഞിരിക്കുന്നു. താമസിയാതെ അത് മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ. അതൊരിക്കലും വറ്റാതിരിക്കട്ടെ. കൂടുതൽ സൗമ്യനായ വേലാതർ പുഞ്ചിരിച്ചു. അറിവിന്റെ ഒരു തീപ്പൊരിയായിട്ടാണ് നീ ഇവിടെ നിന്ന് പോയത്. ഇപ്പോൾ അത് കത്തുന്ന വലിയൊരു അഗ്നിഗോളമായിട്ടാണ് നീ ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുന്നത്. ഓർക്കുക താരിൻ, കുമാരു നിനക്കായി കാത്തിരിക്കുന്നു. ഒരു സന്ദർശകനായിട്ടല്ല, മറിച്ച് അതിന്റെ പണ്ഡിതനായി, അതിന്റെ രക്ഷകനായി. ജനക്കൂട്ടം അത് സമ്മതിച്ചു. ആരോ കൈയടിക്കാൻ തുടങ്ങി.
മറ്റുള്ളവർ കൂടെ ചേർന്നു. ശബ്ദം അഭിമാനത്തിന്റെയും പ്രതീക്ഷയുടെയും തിരമാല പോലെ ഉയർന്നു. താരിൻ അവർക്കെല്ലാം മുന്നിൽ ആഴത്തിൽ കുമ്പിട്ടു. ഞാൻ മറക്കില്ല. കേദിരിയിലെ എന്റെ ദൗത്യം പൂർത്തിയാകുമ്പോൾ ഞാൻ തിരികെ വരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് യോഗ്യനായ ഒരാളായിരിക്കും ഞാൻ. മേഖലയുടെ കണ്ണുകൾ വീണ്ടും തിളങ്ങി. പക്ഷെ ഇത്തവണ ശാന്തമായ ഒരു പുഞ്ചിരിയോടെ. പിറ്റേ ദിവസം മുതൽ താരിൻ അവന്റെ ജോലി ആരംഭിച്ചു. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പർവ്വതങ്ങളിലേക്ക് പോയി. അവൻ മണിക്കൂറുകളോളം മലകളിൽ ചിലവഴിച്ചു. അവന്റെ പട്ടികയിലുള്ള മരുന്നുകൾ ഓരോന്നായി ശേഖരിച്ചു. അവൻ പാറയുടെ അടിയിൽ നിന്നും മരുവാവേരുകൾ ശേഖരിച്ചു. തണുപ്പുള്ള തോപ്പുകളിൽ നിന്ന് ഉമാരിലിലകൾ പറിച്ചെടുത്തു. പല ഋതുക്കളുടെ അടയാളങ്ങൾ വഹിക്കുന്ന പഴയ മരങ്ങളിൽ നിന്ന് കേസർതൊലിയുടെ കഷ്ണങ്ങൾ മുറിച്ചു. പായലുകൾ കൈകൊണ്ട് ചുരണ്ടി അവൻ ശേഖരിച്ച ഔഷധസസ്യങ്ങൾ സഞ്ചികളിൽ നിറഞ്ഞു. വൈകുന്നേരത്തോടെ മലയിറങ്ങുന്ന അവൻ ഇലകളും വേരുകളും മരത്തൊലികളും രാത്രിയിൽ മുറ്റത്ത് നിലാവത്ത് വിരിച്ചിട്ടു. വൈകുന്നേരങ്ങളിൽ ഗ്രാമവാസികൾ അവനോടൊപ്പം ഇരുന്നു. കേദിരിയെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും ജയൻവറുമൊത്തുള്ള അവന്റെ ജോലിയെക്കുറിച്ചും ചോദിച്ചു. കുട്ടികൾ ചുറ്റും കൂടി. അവർ കണ്ടിട്ടുള്ളതിനേക്കാൾ വലിയ ചികിത്സാ കേന്ദ്രത്തെക്കുറിച്ചും പരീക്ഷണങ്ങളെയും വിജയങ്ങളെയും കുറിച്ചും മരുന്നിൽ നിന്ന് വളരുന്ന പ്രതീക്ഷയെക്കുറിച്ചും അവൻ സംസാരിക്കുമ്പോൾ അവർ കണ്ണുകൾ വിടർത്തി ശ്രദ്ധിച്ചു. ഒരു ദിവസം രാത്രി മേഖലയുടെ മടിയിൽ തലവച്ച് കിടക്കുമ്പോൾ അവന്റെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു, നീ ഒരു പണ്ഡിതനായി തിരിച്ചു വരണം. ഈ താഴ്വരയ്ക്ക് വെറും മന്ത്രങ്ങളും പഴയ പ്രതിവിധികളും മാത്രം അറിയാവുന്ന ഒരാളേക്കാൾ കൂടുതൽ അറിയുന്ന ഒരു സംരക്ഷകനെ ആവശ്യമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ദൗത്യം പൂർത്തിയായി. ശേഖരിച്ച ഔഷധങ്ങളിൽ ചിലതെല്ലാം ഉണക്കി, ചിലതെല്ലാം പൊടിച്ചെടുത്തു, ചില ഇലകൾ അരച്ചെടുത്തു. പൊടികളും കുഴമ്പുകളും കുപ്പിയിലും ചെറിയ പെട്ടികളിലും നിറച്ചു. ബാക്കിയുള്ള ഔഷധ സസ്യങ്ങൾ ശ്രദ്ധയോടെ കെട്ടി ഒരു മരവണ്ടിയിൽ നിറച്ചു. കേദിരി വരെ വണ്ടി വലിക്കാൻ 2 പേർ തയ്യാറായി നിന്നു. അവർ സാധനങ്ങൾ കയർകൊണ്ട് കെട്ടി വണ്ടിയുടെ ഭാരം ക്രമീകരിച്ചു. അവനെ യാത്രയാക്കാൻ ഗ്രാമവാസികൾ വീണ്ടും ഒത്തുകൂടി. മേഖല മുന്നിൽ നിന്നു. അവളുടെ കൈ അനുഗ്രഹത്തിനായി ഉയർത്തി. ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കി തിരികെ വരിക. ഈ വീട് നിനക്കായി കാത്തിരിക്കും. മൂപ്പന്മാർ നിശബ്ദമായ അംഗീകാരത്തോടെ തലയാട്ടി. കുട്ടികൾ അവരുടെ കൈകൾ തളരുന്നതുവരെ കൈവീശി. അവസാനമായി ഒരു കുമ്പിടലോടെ താരൻ താഴ്വരയിൽ നിന്ന് താഴേക്കിറങ്ങാൻ തുടങ്ങി. മരുന്നുകൾ നിറഞ്ഞ മരവണ്ടി അവന്റെ പിന്നിൽ കിരുകിരുത്തു. നൂൽ വലിച്ചു കെട്ടിയതുപോലെ ദിവസങ്ങൾ നീണ്ടു. രേഖയെ സംബന്ധിച്ചിടത്തോളം താരിന്റെ പുറപ്പാടിന് ശേഷം സമയത്തിന്റെ ഭാരം മാറിയതായി തോന്നി. കേദിരിയിൽ പകലിന്റെ മണിക്കൂറുകൾക്ക് മാറ്റമുണ്ടായില്ല. സൂര്യൻ ഉദിച്ചു. അതിന്റെ വെളിച്ചം മുറ്റങ്ങളിൽ പരന്നു. മണികൾ അവയുടെ പരിചിതമായ താളത്തിൽ മുഴങ്ങി. പക്ഷേ അത്യന്താപേക്ഷിതമായ എന്തോ ഒന്ന് നഷ്ടമായിരുന്നു. ആദ്യ ദിവസം അവൾ ജോലി ചെയ്യാൻ ശ്രമിച്ചു. അവൾ ചേരുവകൾ അവളുടെ മുന്നിൽ വച്ചു. ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം അളന്നു, അരകല്ലെടുത്തു. പക്ഷെ ഔഷധസസ്യങ്ങൾ ചതയ്ക്കാൻ അവൾ കൈ ഉയർത്തിയപ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ മരവിച്ചു. അവൾ ഇലകളിലേക്ക് തുറിച്ചു നോക്കി. താരിൻ കുമാരുവിലേക്ക് നടക്കുന്ന കാഴ്ച അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അവൾ അതിൽ തന്നെ മുഴുകി അല്പനേരം അനങ്ങാതെയിരുന്നു. ഒരു ശിഷ്യൻ വിളിച്ചപ്പോൾ മാത്രമാണ് അവൾ ഉണർന്നത്. അവൾ എഴുന്നേറ്റ് ഇലകൾ അരയ്ക്കാനുള്ള ദൗത്യം ആ ശിഷ്യനെ ഏൽപ്പിച്ച് മറ്റെന്തോ ജോലിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ അവൾക്കതിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ എല്ലാ ശ്രമങ്ങളും അനുകരണമായി തോന്നി. അവളെല്ലാം മാറ്റിവെച്ചു. വൈകുന്നേരമായപ്പോഴേക്കും മരുന്ന് നിർമ്മാണശാലയിലെ വായു പൊള്ളയായി തോന്നി. ഉപകരണങ്ങൾ ക്രമം തെറ്റിക്കിടന്നു. ഉരലുകളും മരപ്പലകകളും ഉണങ്ങിയ ഔഷധസസ്യങ്ങളുടെ കെട്ടുകളും പലയിടത്തായി ചിതറിക്കിടന്നു. എന്നാൽ അവയൊന്നും ശരിയായി വയ്ക്കാനോ അല്ലെങ്കിൽ അതെല്ലാം ചെയ്യാൻ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാനോ അവൾ ശ്രമിച്ചില്ല. 2-ാം ദിവസം കൂടുതൽ മോശമായിരുന്നു. അവൾ അസ്വസ്ഥയായി. അവൾ മുറിയുടെ പുറത്ത് ഇടുങ്ങിയ ഇടനാഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വരാന്തയിലിരുന്നു. എഴുന്നേറ്റു. പിന്നെയും നടന്നു. അവൾക്ക് നിശ്ചലമായി ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൾ താരിൻ കൊടുത്ത കുറിപ്പ് കയ്യിലെടുത്തു. എന്നാൽ അത് തുറന്നു നോക്കാനോ വായിക്കാനോ തോന്നിയില്ല. അവളുടെ ചിന്ത മുഴുവനും കുമാരുവിലെ പർവ്വതങ്ങളിലൂടെ ഔഷധങ്ങൾ തേടി അലയുന്ന താരിനെക്കുറിച്ചായിരുന്നു. 3-ാം ദിവസമായപ്പോഴേക്കും വേദന കൂടുതൽ ആഴത്തിൽ പതിഞ്ഞു. അവൾ ഒന്നും ചെയ്തില്ല. അവൾ തുറന്ന ഇടനാഴിയിലിരുന്നു. ഒരു മരത്തൂണിൽ ചാരി അവന്റെ മടക്കിയ കുറിപ്പുകൾ മടിയിൽ വച്ചു. അവളിപ്പോൾ
അവ തുറന്നു നോക്കുകയോ വായിക്കുകയോ ചെയ്തില്ല. എന്തുകൊണ്ടാണ് അവന്റെ അഭാവം ഇത്ര കഠിനമായി അമർത്തുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവനിവിടെ വരുന്നതിന് മുൻപും അവൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ സാന്നിധ്യമില്ലാതായപ്പോൾ എന്തുകൊണ്ടാണ് അവൾക്കിതിനൊന്നും കഴിയാത്തതെന്ന് അവൾ ചിന്തിച്ചു. ആ ദിവസങ്ങളിൽ നിശബ്ദത അസഹനീയമായി വളർന്നു. ആ നിശബ്ദതയിൽ അവൾക്കൊന്നു മനസ്സിലായി. അവന്റെ സാന്നിധ്യം അവൾ അറിഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ അവളുടെ ജീവിതത്തിൽ നിറഞ്ഞിരുന്നു. ഇലയ്ക്കും വേരുകൾക്കും ഔഷധങ്ങൾ തിളയ്ക്കുന്ന അടുപ്പിനുമിടയിൽ അവളൊരു നിഴൽ പോലെ നിന്നു. ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞു. താരിൻ ഇതിനകം മലഞ്ചെരുവിലെ പാതകളിലൂടെ ഇറങ്ങുകയായിരുന്നു. അവന്റെ പിന്നിൽ കെട്ടിയ ഔഷധ സസ്യങ്ങളുടെ ഭാരത്തിൽ മരവണ്ടിയുടെ ചക്രങ്ങൾ ഞരങ്ങി. കുമാരുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഇപ്പോഴും അവന്റെ ഹൃദയത്തിൽ തങ്ങി നിന്നു. പക്ഷെ അവൻ കേദിരിയിലേക്ക് അടുക്കുമ്പോൾ അവന്റെ ചിന്തകൾ അവനുപേക്ഷിച്ചു പോയ സ്ഥലത്തേക്ക് മാറി. അവൻ നൽകിയ കുറിപ്പുകൾ, അവൻ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ട മരുന്ന്, അത്രയും ആകാംക്ഷയോടെയുള്ള ആത്മവിശ്വാസത്തോടെ അവൾ നൽകിയ വാഗ്ദാനം, ഈ ദിവസങ്ങൾ അവൾ എങ്ങനെ ചെലവഴിച്ചുവെന്ന് അവൻ അത്ഭുതപ്പെട്ടു. അവൻ ചികിത്സാ കേന്ദ്രത്തിന്റെ വളപ്പിലെത്തിയപ്പോഴേക്കും സൂര്യൻ താഴ്ന്നിരുന്നു. മുറ്റം മഞ്ഞ വെളിച്ചത്തിൽ തിളങ്ങി. ഉള്ളിൽ നിന്ന് ശബ്ദങ്ങൾ പുറത്തേക്കൊഴുകി. ജൈൻവർ പുറത്തേക്ക് വന്നു. താരിൻ ജൈൻവറിനെ വണങ്ങി. അയാളുടെ മുഖത്ത് താരിൻ തിരിച്ചു വന്നതിലുള്ള സന്തോഷം നിറഞ്ഞു. അവൻ മുന്നോട്ട് ചുവടുവെച്ചു. അവന്റെ നോട്ടം ഉടൻ തന്നെ വണ്ടിയിലേക്ക് പോയി. ജൈൻവറിന്റെ കണ്ണുകൾ തിളങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നീ കൊണ്ടുവന്നിരിക്കുന്നു. താരിൻ ചെറുതായി കുമ്പിട്ടു. പർവ്വതങ്ങൾ ഉദാരമായിരുന്നു. കുമാരു അതിന്റെ ശക്തിയോടെ എനിക്കെല്ലാം തന്നയച്ചു. ശിഷ്യന്മാർ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. തുണിക്കെട്ടുകൾ സംഭരണ മുറിയുടെ വീതിയേറിയ തറയിൽ നിരത്തി. ജൈൻവർ ഒരെണ്ണം അഴിച്ചു. ഒരു കൂട്ടം വേരുകൾ ഉയർത്തി. അവയുടെ ശക്തമായ ഗന്ധം ശ്വസിച്ചു. ഇത് മാസങ്ങളോളം തയ്യാറാക്കാനുള്ളതുണ്ട്. ജൈൻവറിന്റെ മുഖത്ത് പറയാൻ കഴിയാത്ത ഒരു സന്തോഷം നിറഞ്ഞു. അയാൾ മുന്നോട്ട് നടന്ന് താരിന്റെ കയ്യിൽ ഒരു കൈവച്ചു. ഒരു ദിവസം ഈ വീട് എന്റെ പേരിനേക്കാൾ കൂടുതൽ നിന്റെ പേര് സംസാരിക്കും. താരിൻ വിനയത്തോടെ തലകുനിച്ചു. നിങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ ഞാൻ നടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ജൈൻവർ പുഞ്ചിരിച്ചു. ഇനി വിശ്രമിച്ചോളൂ. നാളെ മുതൽ നമുക്കിതെല്ലാം ഉപയോഗിച്ചു തുടങ്ങാം. താരിൻ നന്ദി പറഞ്ഞ് തുറന്ന വായുവിലേക്ക് ചുവടുവെച്ചു. അവന്റെ ശരീരത്തിന് ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും അവൻ മുറിയിലേക്ക് പോയില്ല. അവൻ മരുന്ന് തയ്യാറാക്കുന്നിടത്തേക്ക് നടന്നു. എന്നാൽ അപ്പോഴേക്കും അവിടുത്തെ ജോലികളെല്ലാം പൂർത്തിയാക്കി ശിഷ്യന്മാരെല്ലാം പോയിരുന്നു. രേഖയെ അവിടെ കണ്ടില്ല. സാധാരണയായി എല്ലാവരും പിരിഞ്ഞു പോയാലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവൾ അവിടെ കാണേണ്ടതാണ്. അവൻ അവളെ അവിടെയെല്ലാം തിരഞ്ഞു. പക്ഷെ ഒരിടത്തും അവളെ കണ്ടില്ല. അവൻ മണ്ഡപത്തിലേക്ക് പോയി. കുറച്ച് ജോലിക്കാർ കടന്നുപോയി. പക്ഷെ അവൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ മുറ്റം കടന്ന് വശങ്ങളിലെ പാതകൾ പരിശോധിച്ചു. ഒടുവിലവൻ പൂന്തോട്ടത്തിലേക്കുള്ള ഇടനാഴിയിലേക്ക് നടന്നു. അവൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു തൂണിൽ ചാരി കാൽമുട്ടുകൾ ചെറുതായി മടക്കി കുറിപ്പുകൾ അവളുടെ മടിയിൽ വച്ചു. അവൾ അവനെ കണ്ടില്ല. അവളുടെ നോട്ടം താഴ്ന്നിരുന്നു. അവളുടെ ചിന്തകൾ വളരെ അകലെയായിരുന്നതുപോലെ. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. പിന്നിൽ നിന്ന് അവൻ പതിയെ വിളിച്ചു, രേഖ. താരിന്റെ ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു. ഒരു നിമിഷം അവളുടെ മുഖം നിശ്ചലമായി. എന്നിട്ട് അത് അത്ഭുതത്തോടെയും പെട്ടെന്നുള്ള സന്തോഷത്തോടെയും തുറന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ ചുണ്ടുകൾ ഒരു പുഞ്ചിരിയിലേക്ക് വളഞ്ഞു. അതവനെപ്പോലും ഞെട്ടിച്ചു. അവൾ ചാടി എഴുന്നേറ്റു. കുറിപ്പുകൾ കയ്യിൽ മുറുകെ പിടിച്ചു. താരിൻ, നീ തിരികെ വന്നു. അവളുടെ ശബ്ദം ജീവനുള്ളതായിരുന്നു. ഏതാണ്ട് കുട്ടികളെപ്പോലെ അവൾക്ക് പൂർണ്ണമായി മറയ്ക്കാൻ കഴിയാത്ത ആവേശത്താൽ വിറച്ചു. അതെ, പതിവ് പോലെ നേരിയ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു, ഞാൻ തിരികെ വന്നിരിക്കുന്നു. അവൻ നിർത്തി. അവളുടെ കയ്യിലെ കുറിപ്പുകളിലേക്ക് അവന്റെ നോട്ടം പാളി. നീ തയ്യാറാക്കിയ മരുന്നെവിടെ? അത് കാണുവാനാണ് വിശ്രമിക്കാതെ പോലും ഞാൻ ഇങ്ങോട്ട് വന്നത്. ചോദ്യം നിശ്ചലമായ വെള്ളത്തിൽ വീണ ഒരു കല്ലുപോലെ അവളെ തകർത്തു. അവളുടെ മുഖത്തെ തിളക്കം കുറഞ്ഞു. അവൾ താഴേക്ക് നോക്കി. അവളുടെ കൈകൾ മടക്കിയ കടലാസിൽ മുറുകെ പിടിച്ചു. എനിക്ക് കഴിഞ്ഞില്ല, അവൾ മന്ത്രിച്ചു. അവളുടെ ശബ്ദം നീർത്തു. എനിക്കത് തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. നിന്റെ കുറിപ്പുകൾ ഞാൻ എപ്പോഴും എൻ്റെ ഒപ്പം കരുതി. പക്ഷെ ഒരിക്കലും അത് തുറന്നു നോക്കിയില്ല. നീയില്ലാതെ എൻ്റെ കൈകൾക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വാക്കുകൾ അവനെ അത്ഭുതപ്പെടുത്തി. അവൾ ശാസനയോ നിരാശയോ ഒരുപക്ഷെ ഒരു പാഠമോ പ്രതീക്ഷിച്ചു.
പക്ഷെ അവളുടെ സത്യസന്ധമായ തുറന്നു പറച്ചിലിൽ അവൻ അവളെ ശാന്തമായി നോക്കി. എന്നിട്ട് കൂടുതൽ സംസാരിക്കുന്നതിന് പകരം അവൻ അവന്റെ തുണിയുടെ മടക്കുകളിൽ കൈയിട്ട് ഒരു ഇലയെടുത്തുകൊണ്ട് പറഞ്ഞു, "ഇത് ഞാൻ നിനക്കായി കൊണ്ടുവന്നതാണ്." അവൾ ഞെട്ടി മുകളിലേക്ക് നോക്കി. "എനിക്കോ?" വീതിയേറിയ ഞരമ്പുകളുള്ള, വൈകുന്നേരം പോലും മഞ്ഞ് സ്പർശിച്ചതുപോലെ ഉപരിതലം തിളങ്ങുന്ന ഒരു പച്ചയില. അവൻ അത് പതിയെ അവളുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, "കാവുൾ." അവളുടെ വിരലുകൾ അതിന് ചുറ്റും ഓടിച്ചു. അവൾ അത് കയ്യിൽ തിരിച്ചു. അത്ഭുതപ്പെട്ടു. "കാവുൾ?" അവൾ തലയാട്ടി. "ഞാൻ ഈ പേര് കേട്ടിട്ട് പോലുമില്ല. ആരും കേട്ടിട്ടില്ല." അവൻ പതിയെ മറുപടി പറഞ്ഞു. അവന്റെ നോട്ടം അവളുമായി കൂട്ടിമുട്ടി. "ഇതെന്റെ രഹസ്യമാണ്. ഞാൻ ഈ ലോകത്ത് ആരോടും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഞാനിത് ഇവിടെ പരീക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നോടാണ് ആദ്യമായി ഇത് പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ അത്ഭുത ശക്തി നിനക്ക് വരും ദിവസങ്ങളിൽ സ്വയം ബോധ്യപ്പെടും. സൂക്ഷിച്ചു വെക്കുക." അവളുടെ ശ്വാസം നിന്നു. ഒരു നിമിഷം അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇലയുടെ ഭാരം അതിന്റെ വലിപ്പത്തേക്കാൾ വളരെ കൂടുതലായാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അത് വെറും അറിവ് മാത്രമല്ല, വിശ്വാസവും കൂടിയായിരുന്നു. വിശുദ്ധമായ എന്തോ ഒന്ന് അവന്റെ കയ്യിൽ നിന്ന് അവളിലേക്ക് കൈമാറി. അവളുടെ ഹൃദയം വളരെ ഉച്ചത്തിൽ മിടിച്ചു. അവനത് കേൾക്കുമെന്ന് അവൾ ഭയപ്പെട്ടു. അവൾ ഇലയെ പതിയെ നെഞ്ചോട് ചേർത്തു, വികാരാധീനയായി. ഞാനിത് സുരക്ഷിതമായി സൂക്ഷിക്കും," അവൾ മന്ത്രിച്ചു. ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടുകളിൽ സ്പർശിച്ചു. "അത് മതി." അവളില്ല ശ്രദ്ധയോടെ അവളുടെ തുണിയുടെ മടക്കിൽ ഒളിപ്പിച്ചു. അവളുടെ കൈകൾ വിറച്ചു. ആ നിമിഷം അവളുടെ ലജ്ജ അലിഞ്ഞുപോയി. പകരം ഒരു വിചിത്രമായ ഊഷ്മളത നിറഞ്ഞു. "നീ കുമാരുവിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നുകളെവിടെ?" അവൾ ആവേശത്തോടെ ചോദിച്ചു. "അവയെല്ലാം നിനക്കായി സംഭരണശാലയിൽ കാത്തിരിക്കുന്നു," അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രേഖയുടെ ഉള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ വഹിച്ചിരുന്ന ഭാരം, നിശബ്ദത, ഏകാന്തത, അവളെ പിന്തുടർന്ന വിചിത്രമായ വേദന എന്നിവ പതിയെ അയഞ്ഞു. അവർ തിരിഞ്ഞ് വീടിനകത്തേക്ക് നടന്നു. ഇടനാഴിക്കുള്ളിൽ വിളക്കുകൾ നേരിയതായി തിളങ്ങി. വീടിനുള്ളിലേക്ക് ആഴത്തിൽ നടന്നപ്പോൾ അവനവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കുമാരുവിൽ നിന്ന് തിരികെ കൊണ്ടുവന്നതുപോലെ അവൾക്ക് തോന്നി.